ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടിക്കാലത്തൊക്കെ അംഗനവാടിക്ക് പോകുമ്പോൾ ഉച്ചഭക്ഷണേ ചെറുപയറ് കഞ്ഞി കുടിച്ചു മടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴോ അത് കഴിക്കാനൊരാഗ്രഹവും. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇട്ടു. പിന്നെ ചെറുപയറൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിരുന്നു. അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ചും വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു. ഈ ടൈമിലെ ഉള്ളൊക്കെ പോയിട്ട് അടിച്ചു വാരി തുടച്ചു. ഇന്നിപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ഊറ്റിയെടുത്തു. പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതൊന്നും കൂടി മുരിപ്പിച്ചെടുത്തു. എൻ്റെ ഉമ്മയെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നോണ്ടേ അങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അന്നിക്ക് പിന്നെ ഏതെങ്കിലും ഒരു ചമ്മന്തി വേണമല്ലോ. ഞാൻ പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ചട്ടി വെച്ചതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ പപ്പടം പൊരിച്ചു. ഈ ടൈമിൽ നമ്മൾ വേവിക്കാൻ വെച്ചേ ചെറുപയറൊക്കെ വെന്തിരുന്നു. പിന്നെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ എണ്ണ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള കുനുകുനായി അരിഞ്ഞതും പിന്നെ ഇപ്പം എന്താ വറ്റൽമുളകും കറിവേപ്പിലിട്ട് വഴറ്റി വെന്ത ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സാക്കി. അങ്ങനെ ചെറുപയർ ഉപ്പേരി റെഡിയായി. ഇന്ന് ഉമ്മ പുറത്ത് പോയി വരുമ്പോഴേ കുറച്ച് മത്തി പൊരിച്ചിരുന്നു. പിന്നെ അതൊക്കെ വേഗം ക്ലീൻ ആക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് മത്തി മുളകിലിട്ട കറി ഉണ്ടാക്കി. മത്തി മുളകിലിട്ട കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചട്ടി വെച്ചതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തു. ഇന്നിപ്പോൾ ചെറുപയർ കഞ്ഞി കുടിക്കാനാണല്ലോ ആഗ്രഹം. അങ്ങനെ കഞ്ഞിയൊക്കെ വിളമ്പി അതിലേക്ക് ചെറുപയറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കഞ്ഞിയിലേക്ക് തേങ്ങാ ചമ്മന്തി നല്ല അച്ചാറും പപ്പടവും വെച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ബീഫ് മുരിപ്പിച്ചെടുത്തതും മത്തി മുളകിലിട്ട കറി കുന്നമത്തി പൊരിച്ചതും എടുത്തു. അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. പിന്നെ പപ്പടവും അച്ചാറും തേങ്ങാ ചമ്മന്തിയും ചെറുപയറൊക്കെ കൂട്ടി കുഴച്ചിട്ട് ആദ്യം ഒരു പൊടി കുടിച്ചു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ചെറുപയർ കഞ്ഞി കഴിക്കൽ ആ ആഗ്രഹം അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.